എല്ലാ ബേത്ലഹേം TV പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ നാമത്തിൽ കൃപയും സമാധാനവും. ഇന്നത്തെ നമ്മുടെ വിഷയം യേശുവിന്റെ കുരിശുമരണം സാത്താന്റെ പദ്ധതിയായിരുന്നു, പിതാവ് അത് തകർത്തു. ഈ ഹെഡിങ് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും അല്പം അസ്വസ്ഥത ഉണ്ടായി കാണും. കാരണം മാനവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം ആവിഷ്കരിച്ച രക്ഷാകര പദ്ധതി എങ്ങനെ സാത്താൻ തുടക്കം കുറിക്കും എന്നുള്ളത്. എന്നാൽ ഇതെൻ്റെ ഒരു ഹെഡിങ് അല്ല. പ്രശസ്തനായ ഒരു ധ്യാനഗുരുവിൻ്റെ പ്രസംഗം ഞാൻ TV കേട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ആവേശത്തോടെ പറഞ്ഞ ഒരു കാര്യമാണ്. നമുക്ക് ഈ വിഷയം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ കേന്ദ്ര മർമ്മമാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം. അതിൽ സാത്താൻ എന്തോ റോളുണ്ടെന്നുള്ള മട്ടിൽ പലരും സംസാരിക്കാറുണ്ട്. അതിന് ഒരുപക്ഷെ കാരണമായത് യോഹന്നാൻ്റെ സുവിശേഷം 14:30 നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എൻ്റെ മേൽ അധികാരമില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത് സാത്താൻ എന്നുള്ളൊരു ധാരണ പലരുടെയും മനസ്സിലുണ്ട്. എന്നാൽ ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ കോണ്ടെക്സ്റ്റ് എന്താണ്, അർത്ഥം എന്താണ്? യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ സാത്താൻ പ്രലോഭകനായി വന്നു. കല്ലിനെ അപ്പമാക്കാനും ദേവാലയ ഗോപുരത്തിൽ നിന്ന് ചാടാനും അവനെ സാഷ്ടാംഗം പ്രണമിക്കാനും ഒക്കെ പറഞ്ഞു. പക്ഷേ യേശു അവനെ അവിടുന്ന് ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാകുവാൻ പോകുന്ന സമയത്തും സാത്താൻ്റെ പ്രലോഭനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ പ്രലോഭന എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല എന്നുള്ള പ്രഖ്യാപനമായിരുന്നു ഈ വാക്യത്തിൻ്റെ പിന്നിൽ. യോഹന്നാന്റെ സുവിശേഷം 18:4 ഇപ്രകാരം പറയുന്നു: യേശു മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. യേശു പറഞ്ഞു, അത് ഞാനാണ്. യേശുവിനെ ഗത്സമൻ തോട്ടത്തിൽ പിടിക്കാൻ വന്ന പടയാളികളോട് യേശു ധൈര്യപൂർവ്വം പറയുകയാണ്, അത് ഞാനാണ്. ഇവിടെ ഞാനാണ് എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ഏഗോ ഏമി എന്നാണ്. ഇതേ വാക്കുകളാണ് ഈശോ ഞാൻ അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ട് എന്ന് പറയുന്നിടത്തും ഉപയോഗിക്കുന്നത്. ഞാൻ അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ യഹൂദർ അവനെ കല്ലെറിയാൻ വേണ്ടി കല്ലുകൾ എടുത്തു. യേശു അവരോട് പറയുന്നത്, നിങ്ങൾ ആരെയാണോ ദൈവദൂഷണത്തിൻ്റെ പേരിൽ കല്ലുകൾ എടുത്ത് അതേ ആൾ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് കുരിശുമരണത്തിലേക്ക് യേശു പോയത്. അവനെ ഒരു കള്ളനെ പോലെ ഓടിച്ചിട്ട് പോലീസുകാരോ അല്ലെങ്കിൽ പടയാളികളോ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നില്ല. യേശു കുരിശുമരണത്തെ ധൈര്യപൂർവം നേരിട്ട വ്യക്തിയാണ്. നമ്മൾ പെസഹ രഹസ്യത്തെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ നിലപാടുണ്ട്. അതെന്താണ്? ഏതവസരത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിൽ ഒന്നാണ്. ആ സ്നേഹത്തിന് ഒരവസരത്തിലും മാറ്റം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ പൂർത്തീകരിച്ച രക്ഷാകര പദ്ധതിയാണ് പെസഹ രഹസ്യം. ആ പെസഹ രഹസ്യത്തിലെ വേർതിരിക്കാനാവാത്ത 2 സംഭവങ്ങളാണ് കുരിശുമരണവും ഉത്ഥാനവും. അവ രണ്ടായി ആഘോഷിക്കുമെങ്കിലും അവയെ ഒന്നായി ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. പലപ്പോഴും നമുക്ക് ഈ വിഷയത്തിൽ അപകടം പറ്റുന്നത് ദുഃഖവെള്ളിയാഴ്ച ഒരാചരണം, ഉത്ഥാനം മറ്റൊരാചരണം. പക്ഷേ ഇവ രണ്ടും ഒരു പെസഹ രഹസ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ ചിലപ്പോഴെങ്കിലും വിസ്മരിച്ചു പോകുന്നു. ഇനിയും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും പിതാവിൻ്റെ അനാദിയിലെ പദ്ധതിയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:23 അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ ക്രൂശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിൻ്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ ദൈവം ദൃശ്യവും അദൃശ്യമായ സാഹചര്യത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലുള്ളതും തൻ്റെ പുത്രനിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതുമായ പദ്ധതിയാണ് രക്ഷാകര പദ്ധതി. അത് സാത്താൻ തുടക്കം കുറിച്ചതല്ല. സാത്താന് അതിൽ യാതൊരു റോളുമില്ല. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു റോളുമില്ല. വെളിപാട് പുസ്തകം 8:13 വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവ്വരും അതിനെ ആരാധിക്കും. അത് ഒരു മൃഗത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ജീവഗ്രന്ഥം എന്നുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പ് മുതലേ ഉണ്ട്. അതാരുടെയാണ്? വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ. അതായത് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള പദ്ധതിയാണെന്ന് വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു.
ഇനി യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ യേശുവിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ പറ്റിയുള്ള പ്രതിപാദനമാണ്. അതിൽ 5 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. ഇനി അവസാനം 12-ാം വാക്യം, അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളുടെ കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. ഒരു വിശദീകരണവും ആവശ്യമില്ലാത്ത വചനഭാഗമാണിവിടെ. ഇവിടെ പാപഭാരം എന്നുള്ള വാക്ക് മാത്രം ഞാനിന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഖേത്ത് എന്ന ഹീബ്രു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഖാത്ത എന്ന പദത്തിനർത്ഥം പാപം, പാപത്തിന് ശിക്ഷ എന്നാണ്. ഈ വാക്കിനും അതേ അർത്ഥമാണ്. പ്രധാനമായിട്ടും പാപത്തിൻ്റെ ശിക്ഷ എന്നാണ്. അതായത് യേശു കുരിശിൽ വഹിച്ചത് പാപമായിരുന്നില്ല. കാരണം അവൻ ദൈവമായതുകൊണ്ട്, പരമപരിശുദ്ധനായതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ പാപത്തിന് വസിക്കുക സാധ്യമല്ല. യഥാർത്ഥ പാപമല്ല വഹിച്ചത്. കാരണം പാപം അവൻ്റെ ഉള്ളിൽ നിലനിൽക്കുകയില്ല. പാപത്തിൻ്റെ ശിക്ഷയും സഹനങ്ങളും മരണവുമാണ് അവൻ വഹിച്ചത്. അടുത്ത്, പാപം അറിയാത്തവനെ പാപമാക്കി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതേ ആശയം തന്നെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. 2 Korinthos 5:21. എന്തെന്നാൽ അവന് നാം എല്ലാവരും ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മളെ നീതീകരിക്കുന്നതിന് വേണ്ടി, അതായത് നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ദൈവം പാപമില്ലാത്ത യേശുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. അതായത് പാപത്തിൻ്റെ ശിക്ഷകൾ അനുഭവിക്കാൻ അവനെ വിട്ടുകൊടുത്തു. ഇനി 1 പത്രോസ് 2:22, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. 24, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പത്രോസ്ലീഹ ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രവാചകന്മാർ മുന്നിട്ട് പ്രവചിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം. അതിനകത്ത് സാത്താന് യാതൊരു പങ്കുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. യോഹന്നാൻ 3:14, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. 16-ാം വാക്യം, എന്നാൽ അവന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എങ്കിൽ തൻ്റെ പുത്രനെ അതിലധികം സ്നേഹിക്കുന്നുണ്ട്. ആ പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ നിന്നുകൊണ്ടാണ് പുത്രൻ കുരിശിൽ ഈ യാതനകളും പീഡനങ്ങളും സഹിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പലപ്പോഴും നമ്മുടെ യുവജനങ്ങളും മറ്റ് ചില മതസ്ഥരുമൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശുവിൻ്റെ കുരിശുമരണം ദൈവത്തിൻ്റെ പരാജയമല്ലേ എന്ന്. എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ച് എന്തുകൊണ്ട് എന്ന് വിലപിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ ദൈവപുത്രനായ യേശു കുരിശിൽ മരിച്ചത് ദൈവത്തിന് തന്നെ പരാജയമല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശു കുരിശിൽ മരിച്ചാൽ ഇന്ന് ജീവിക്കുന്ന എൻ്റെ ആത്മാവിലെ പാപം എങ്ങനെ മായ്ക്കപ്പെടും? ഇന്ന് ഈ വീഡിയോയിലൂടെ, ഇതിനു ശേഷം വരുന്ന ഒരു വീഡിയോയിലൂടെയും, അതായത് ഇന്നത്തെ വീഡിയോയിലെ തുടർന്നുള്ള ഭാഗത്ത് കുരിശുമരണവും അടുത്ത വീഡിയോയിൽ ഉത്ഥാനവും പാപമോചനവും ആണ് ഞാൻ അവതരിപ്പിക്കുക. ഈ 2 വീഡിയോയിലൂടെ ഈ 2 ചോദ്യത്തിൻ്റെയും കൃത്യമായ ഉത്തരം തരുവാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഫിഫ ഫുട്ബോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ചാമ്പ്യൻ ഫുട്ബോൾ കളിക്കാരൻ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് ചിന്തിച്ച് നോക്കാം. അവൻ്റെ വീടിൻ്റെ സുഖസൗകര്യങ്ങളിൽ ഇരുന്നു കൊണ്ടല്ല നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാകുന്നത്. അവൻ കളിക്കളത്തിലേക്ക് പോകുന്നു, വളരെ തീവ്രമായ പരിശീലനത്തിലൂടെ കടന്നു പോകുന്നു. ആ പരിശീലനത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും ഒക്കെ കടന്നു പോകുന്നു. ചിലപ്പം അപകടമുണ്ടാകും, മുറിവുകൾ ഏൽക്കും. ഇതെല്ലാം സഹിച്ചാണ് അവൻ കടന്നു പോകുന്നത്. ഇതെല്ലാം കടന്നു പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ചാമ്പ്യൻ കളിക്കാരനാകണം. തൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തണം. തനിക്ക് ലോകരുടെ മുമ്പിൽ അഭിമാനം ഉണ്ടാകണം.
തൻ്റെ കുടുംബത്തിൻ്റെ പേര് പ്രശസ്തമാക്കണം, തൻ്റെ രാജ്യത്തിൻ്റെ പേര് പ്രശസ്തമാക്കണം. അപ്പോൾ ഈ ഒരു വലിയ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് യാതനകളുടെയും വേദനകളുടെയും കടന്നു പോകുമ്പോഴാണ് ഒരു ചാമ്പ്യൻ കളിക്കാരൻ രൂപപ്പെടുക. ഇതുപോലെ മനുഷ്യരക്ഷ, ആദത്തിൻ്റെ പാവം മൂലം അധപതിച്ചു പോയ ഒരു മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം പുത്രനിൽ രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് കുരിശുമരണം. ഇവിടെ പുത്രനായ ഈശോ കുരിശിൽ പീഡകൾ സഹിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. അപ്പോഴും പിതാവും പുത്രനും വളരെ സ്നേഹത്തിലാണ്. പിതാവ് ഇത് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം തൻ്റെ പുത്രൻ്റെ മഹത്വീകരണത്തിലൂടെ മാത്രമേ ഈ മാനവരാശിക്ക് പാപമോചനം ലഭിക്കുകയുള്ളൂ. പാപം എന്നുള്ളത് ഒരു ആത്മീകമായ മാരക രോഗമാണ്. ഇതിൻ്റെ ചികിത്സ ആത്മീകമാണ്. ഈ ആത്മീക ചികിത്സ പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിക്കുക. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ പുത്രനിലൂടെ നൽകണമെങ്കിൽ പുത്രൻ പാപത്തിൻ്റെതായ ഈ തിക്ത അനുഭവങ്ങളിലൂടെ, വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ, മരണത്തിലൂടെ കടന്നു പോകേണ്ടത് അനിവാര്യമാണ്. പുത്രന് അത് പിതാവ് അനുവദിച്ചു കൊടുക്കുമ്പോഴും പിതാവും പുത്രനും ഒന്നാണ് ത്രിത്വത്തിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം സ്നേഹത്തിൽ ഒന്നായിരുന്നു കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കുരിശിലെ മരണത്തിന് യേശുവിനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചില്ല. ഉയർത്തെഴുന്നേറ്റ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചു. അങ്ങനെ ആ ശിഷ്യന്മാർ പാപമായ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. കാരണം ആദിയിൽ പിതാവായ ദൈവം ആദത്തിൽ നിശ്വസിച്ചപ്പോൾ അവന് ജീവൻ ലഭിച്ചതുപോലെ പുത്രനായ ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചപ്പോൾ അവർക്ക് ജീവൻ ലഭിച്ചു. മരണത്തിൽ നിന്ന്, പാപമായ മരണത്തിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പാണ് ഉണ്ടാകുന്നത്. ശാരീരികമായി അവർക്ക് ജീവനുണ്ട്. തുടർന്ന് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവർ ശക്തരായി. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും പാപം ചെയ്യാതെ ജീവിക്കുവാനും അവർ ശക്തരായി. ആ ശിഷ്യന്മാർക്ക് പാപമോചനത്തിൻ്റെ അധികാരം കൊടുത്തു. ആ അധികാരം ഇന്ന് സഭയിലൂടെ ഓരോ സഭാമക്കൾക്കും ലഭിക്കുന്നു. മാമോദീസായിലൂടെയും പരിശുദ്ധ കുമ്പസാരത്തിലൂടെയും. അങ്ങനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണ ഉത്ഥാനങ്ങളിലൂടെ നേടിയ പാപമോചനം ഇന്ന് സഭയിൽ നമുക്ക് ഓരോരുത്തർക്കും സംലബ്ധമായിരിക്കുന്നു. ഈ വിഷയങ്ങളാണ് നമ്മൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത്. യേശു കുരിശിൽ എന്താണ് വഹിച്ചത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദത്തിൻ്റെ പാപം മൂലം മനുഷ്യൻ്റെ അധപ്പതനവും എന്താണെന്ന് മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം, അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അതായത് ഏദൻ തോട്ടത്തിലെ ദൈവം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ, തിന്നരുതെന്ന് പറഞ്ഞ പഴം ഹവ്വ പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. ഈ കൽപ്പനയുടെ ലംഘനമാണ് പാപം. യേശു ക്രിസ്തുവിന് ഒരിക്കലും കൽപ്പന ലംഘിക്കുവാനോ ആ പാപം തൻ്റെ ഉള്ളിൽ വഹിക്കുവാനോ സാധിക്കുകയില്ല. മനുഷ്യരാശിയെ രക്ഷിക്കേണ്ടത് ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് യേശു എന്തൊക്കെയാണ് വഹിച്ചത്? അത് ഈ പാപത്തിൻ്റെ ഫലങ്ങൾ എല്ലാം വഹിച്ചു. എന്തൊക്കെയാണ് ആ ഫലങ്ങൾ? ഉൽപ്പത്തി 3:8, പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു, അവർ ദൈവത്തിൽ നിന്നും അകന്നു. പാപത്തിൻ്റെ ഏറ്റവും വലിയ ഫലം ദൈവത്തിൽ നിന്നുള്ള അകലിച്ചയാണ്. രണ്ടാമത് ഉൽപ്പത്തി പുസ്തകം 3:22, ഇനി അവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു നിന്ന് അമർത്തനാകുവാൻ ഇടയാകരുത്. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കിയത് നിത്യജീവനോടുകൂടിയാണ്. ആ ജീവൻ സംരക്ഷിക്കുവാനാണ് ദൈവം പറഞ്ഞത്, നന്മ തിന്മയുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുത് എന്ന്. എന്നാൽ ഇപ്പോൾ അവരെ ഏദൻ തോട്ടത്തിൽ പുറത്തേക്കാക്കുകയാണ്. അവർക്ക് ജീവൻ്റെ വൃക്ഷത്തിൽ ഇനിയും ഒരിക്കലും ഭക്ഷിക്കുവാൻ പറ്റുകയില്ല. അങ്ങനെ അവർ മരണമുള്ളവരായി തീർന്നു. അതായത് മരണം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇനി 4-ാമത്തെ പോയിൻ്റ്, ഉൽപ്പത്തി പുസ്തകം 3:23, കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവർക്ക് ഏദൻ നഷ്ടമായി. ഏദൻ എന്താണ്? സ്വർഗത്തിൻ്റെ ഈ ഭൂമിയിലെ പ്രതീകമാണ്. ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ
താമസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണ സംരക്ഷണം ലഭിക്കും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പൂർണ്ണ സംരക്ഷണതയിൽ നിന്ന് അവർ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് കാത്തിരിക്കുന്നത്? ഇവർ ആരെയാണോ അനുസരിച്ചത് അവൻ അവിടെ കാത്തിരിപ്പുണ്ട്. ഏദൻ തോട്ടത്തിൽ ഇവർ സാത്താനെ അനുസരിച്ചു, അതുകൊണ്ട് സാത്താൻ ഇവർക്ക് വേണ്ടി ഏദൻ തോട്ടത്ത് പുറത്ത് കാത്തിരിപ്പുണ്ട്. അപ്പം ഇവിടെ ഈശോ ഈ പാപത്തിൻ്റെ ഫലങ്ങളാണ് കുരിശിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ എങ്ങനെയാണ് യേശു ക്രിസ്തു ഈ സഹനങ്ങളൊക്കെ കടന്നുപോയി നമ്മളെ രക്ഷിക്കുന്നത്? ഏറ്റവും അവസാനത്തെ പോയിൻ്റ് ഞാൻ മുമ്പേ പറഞ്ഞത് 4ാമത്തെ പോയിൻ്റായിരുന്നു. അതായത് ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു. അപ്പോൾ ഏദൻ തോട്ടം നഷ്ടപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് യേശു എന്ത് ചെയ്തു? സ്വർഗത്തിൻ്റെ മാതൃകയായ ഏദൻ തോട്ടം നഷ്ടപ്പെട്ട ആദത്തിൻ്റെ സന്തതികളിലൂടെ ആയിരിക്കുവാൻ യഥാർത്ഥ സ്വർഗം ഉപേക്ഷിച്ച് ഭൂമിയിൽ മനുഷ്യനായി യേശു അവതരിച്ചു. അവൻ വലിയ നഷ്ടമാണ് സഹിക്കുന്നത്. ഏദൻ തോട്ടം നഷ്ടപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം തൻ്റെ തന്നെ ഭവനമായ സ്വർഗം നഷ്ടപ്പെടുത്തി ഭൂമിയിലേക്ക് വരികയാണ്. ഇനി അടുത്തത് 2ാമത്തെ പോയിന്റ്. പാപം മൂലം ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവവുമായി രമ്യതപ്പെടുത്തുവാൻ പിതാവിൽ നിന്നും അവൻ അകൽച്ച അനുഭവിച്ചു. ആ അകൽച്ച അനുഭവിക്കുമ്പോഴും ഞാനും പിതാവും ഒന്നാണ് എന്നുള്ള അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത പോയിന്റ്, പാപത്തിൻ്റെ വേദനമായ മരണത്തെ തോൽപ്പിക്കാൻ അവൻ മരണം ഏറ്റുവാങ്ങി. ഇങ്ങനെ പാപത്തിൻ്റെ ഫലങ്ങളെല്ലാം അനുഭവിച്ച് അവൻ മഹത്വീകരിക്കപ്പെട്ടു. ഒരു ഫുട്ബോൾ കളിക്കാരൻ എങ്ങനെയാണോ പരിശീലനത്തിൻ്റെതായ തീവ്രമായ വേദനകളും ദുഃഖങ്ങളും എല്ലാം സഹിച്ച് ഒരു വലിയ വിജയം നേടുന്നത് പോലെ യേശു പാപത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ച് മഹത്വീകരിക്കപ്പെട്ടു. ഇനിയും അവസാനമായിട്ട് ഉത്ഥാനം ചെയ്ത യേശു പാപമാകുന്ന മരണത്തിൽ നിന്നും മോചനം നേടാൻ ജീവനും പാപം ചെയ്യാതിരിക്കാൻ ആത്മാവിനെയും ശിഷ്യന്മാർക്ക് നൽകി. അത് സഭയിലൂടെ ഇന്നും തുടരുന്നു. 2ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ദൈവത്തിൽ നിന്നുള്ള അകൽച്ച. ഇവിടെ ലോകത്തിൻ്റെ പാപഭാരത്താൽ യേശു കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യം. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. പിതാവിനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് പിതാവും പുത്രനും സ്നേഹത്തിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ എന്താണ് ഈ പാനപാത്രം? ഈശോ ഗത്സമനിലേക്ക് വരുന്നതിന് മുമ്പ് അന്ത്യത്താഴം എൻ്റെ ശിഷ്യന്മാരോടുകൂടി ആചരിച്ചു. ആ അന്ത്യത്താഴ വേളയിൽ 4 പാനപാത്രം വീഞ്ഞുണ്ട്. ആ ഓരോ പാനപാത്രത്തിനും പ്രത്യേക പേരുകളുണ്ട്. ആദ്യത്തെ പാനപാത്രം ദ കപ്പ് ഓഫ് സയൻറ്റിഫിക്കേഷൻ, വിശദീകരണത്തിൻ്റെയാണ്. 2ാമത്തേത് ദ കപ്പ് ഓഫ് ഡെലിവറൻസ്, സ്വാതന്ത്ര്യത്തിൻ്റെ. 3ാമത്തേത് ദ കപ്പ് ഓഫ് റിഡംഷൻ, അല്ലെങ്കിൽ രക്ഷയുടെ പാനപാത്രം. 4ാമത്തെ പാനപാത്രം കപ്പ് ഓഫ് പ്രൈസ്, സ്തുതിയുടെ പാനപാത്രമാണ്. ഈ സ്തുതിയുടെ പാനപാത്രം കുടിക്കുന്നതിന് അടിസ്ഥാനം ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തം ജനമായി സ്വീകരിക്കും എന്ന ദൈവത്തിൻ്റെ ആ വചനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇത് എല്ലാം എടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6ഉം 7ഉം വചനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ സ്തുതിയുടെ ഈ പാനപാത്രം കഴിച്ചു കഴിഞ്ഞിട്ട് സ്തോത്രഗീതം ആലപിച്ചു. സങ്കീർത്തനം 115 മുതൽ 118 വരെയുള്ളത് ആലപിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാരും യേശുവും കൂടെ ഈ ഹെദ്രോൻ നദി കടന്ന് ഏദൻ തോട്ടത്തിലേക്ക് പോകുന്നു. ഒരു മലയിലേക്ക് പോയി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ ആനന്ദത്തോടുകൂടി പാനപാത്രം കുടിച്ച് ദൈവത്തിന് സ്തോത്രഗീതം ആലപിച്ചുവെങ്കിൽ ഇപ്പോൾ പറയുന്നു ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന്. അപ്പോൾ ഈ പാനപാത്രം ആ പാനപാത്രം നേരെ വിപരീതമാണ്. അതായത് ഈ പാനപാത്രം സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് താൻ അനുഭവിക്കുന്ന അകൽച്ചയാണ്. ഈ അകൽച്ചയെ അനുഭവിക്കുമ്പോഴും ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ അടിവരയിട്ട് ഓർക്കണം, ഞാനും പിതാവും ഒന്നാണ് എന്നുള്ള അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് മനസ്സിലാക്കണം. ഈ പാനപാത്രത്തെ ക്രോധത്തിൻ്റെ പാനപാത്രം എന്നാണ് പറയുക. സങ്കീർത്തനം 75:8, യെശയ്യാ പ്രവാചകൻ 51:17, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 25:15 ഇവിടെ ഇതേപ്പറ്റി പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51:17 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രോധത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങിക്കൊടുക്കുകയും പരിഭ്രാന്തിയുടെ പാനപാത്രം മുട്ടുവരെ ഊറ്റിക്കൊടുക്കുകയും ചെയ്ത് ജെറുസലേമെ ഉണരുക, ഉയർത്തെഴുന്നേൽക്കുക. ഇവർ അടിമത്തത്തിലേക്ക് പോയ ആ ജെറുസലേമിനെ പറ്റി, ഇസ്രായേൽ ജനത്തെപ്പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് ഈ അടിമത്തം എന്നാണ് പ്രവാചകൻ പറയുന്നത്. അപ്പം ശിക്ഷയുടെ പാനപാത്രം അതാണ്. പാപത്തിൻ്റെ ശിക്ഷ ആണ് യേശു അനുഭവിച്ചത്. അവിടെ ആ കുരിശിൽ കിടക്കുമ്പോഴും തന്നെ കുരിശിലേറ്റിയവർ അവിടെ ചുറ്റും നിൽപ്പുണ്ട്.
അവരെ നോക്കിക്കൊണ്ട് യേശു വീണ്ടും പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ലൂക്ക 23:33 തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതറിനെ ഇടതുവശത്തും ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. ഈ മധ്യസ്ഥ പ്രാർത്ഥന യേശു നടത്തുന്നത് അവിടെ കൂടുന്നവർക്ക് വേണ്ടി മാത്രമല്ല, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പാപമോചനം ലഭിക്കയില്ലേ എന്ന് ചോദിച്ചാൽ ലഭിക്കും. എന്നാൽ യേശുക്രിസ്തു നമുക്ക് നേടിത്തരുന്നത് കേവലം പാപമോചനമോ പിതാവുമായിട്ടുള്ള അനുരഞ്ജനവും മാത്രമല്ല, നമ്മൾക്ക് പുതിയ ജീവനും പുതിയ സൃഷ്ടിയുമാക്കി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ജീവിക്കുവാനുള്ള അവസ്ഥയിലേക്കാണ് നമ്മളെ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് അത് തൻ്റെ മഹത്വീകരണത്തിന് ശേഷം, പുനരുദ്ധാനത്തിന് ശേഷം സംഭവിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. മത്തായി 27:34 അവർ അവന് കയ്പ് കലർത്തി വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം കയ്പ് കലർത്തിയ വീഞ്ഞ് വേദന സംഹാരിയായി കൊടുത്തിരുന്നു. അത് യേശു സ്വീകരിച്ചില്ല. കാരണം സുബോധത്തോടുകൂടി എല്ലാ വേദനകളും, പിതാവിൽ നിന്നുള്ള അകൽച്ചയും ശാരീരികമായ വേദനകളും അനുഭവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതായത് പ്രതിസന്ധികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനല്ല, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ശക്തി പ്രാപിക്കുവാനാണ് ഈശോ ആഗ്രഹിച്ചത്. അവൻ കുടിച്ച പാനപാത്രം അകൽച്ചയുടേതായിരുന്നു എന്നുള്ളതിന് തെളിവ് സുവിശേഷത്തിൽ തന്നെ ഉണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 15:34 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലോയ് ഏലോയ് ലാമാ സബക്താനി. അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ച് എന്തുകൊണ്ട്. ഇത് സങ്കീർത്തനം 22:1 പാദത്തിൻ്റെ പകുതിയാണ്. യഹൂദരുടെ രീതി അനുസരിച്ച് ഒരു സുവിശേഷ പാദത്തിൻ്റെ പകുതി ആലപിച്ചാൽ അത് മുഴുവനും ആലപിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ സുവിശേഷ പാദം എന്താണെന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തനം 22:1 ഇപ്രകാരമാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു ഗത്സമേ വെച്ച് പറഞ്ഞ പാനപാത്രം അത് ക്രോധത്തിൻ്റെ പാനപാത്രമായിരുന്നു, ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ പാനപാത്രമായിരുന്നു എന്ന്. അതെല്ലാം കഴിഞ്ഞ് സമാപനത്തിലേക്ക്, തൻ്റെ സഹനങ്ങളുടെ അവസാനത്തിലേക്ക് എത്തുകയാണ്. യോഹന്നാൻ 19:28 അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞു എന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോട് അടുപ്പിച്ചു. ഇവിടെ യേശു തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു. അവർ വിനാഗിരി, അതായത് പുളിച്ച വീഞ്ഞ് അവന് കൊടുക്കുകയാണ്. ഇതും സങ്കീർത്തനം 69:21 പൂർത്തീകരണമായിരുന്നു. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു, ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. ഈ വിനാഗിരി കഴിച്ചതിന് ശേഷം എന്താണ് ഈശോ പറയുന്നു? എല്ലാം പൂർത്തിയായിരിക്കുന്നു. യോഹന്നാൻ 19:30 യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അതായത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ സഹനങ്ങൾ, ത്യാഗങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് വാക്ക് തെത്തലസ്ഥായി എന്നാണ്. തേലയോ എന്ന ക്രിയയിൽ നിന്നാണ്. തേലയോ എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കുക, തേലയോ എന്ന് പറഞ്ഞാൽ സമാപിക്കുക, പൂർത്തീകരിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു നാമപൂർവമാണ് തേലോസ്. യോഹന്നാൻ്റെ സുവിശേഷത്തിന് ലോഗോസ് മുതൽ തേലോസ് വരെ എന്ന് ഒരു ചൊല്ലുണ്ട്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് ലോഗോസ് എന്ന വാക്കുകൊണ്ടാണ്. അതായത് ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനത്തിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ലോഗോസ്. അപ്പോൾ അങ്ങനെ എല്ലാം വളരെ കൃത്യതയോടെയാണ് യേശുവിൻ്റെ കുരിശിൽ നടക്കുന്നത്. അവിചാരിതമായി ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. ഈശോ എങ്ങനെയാണ് ആത്മാവിനെ സമർപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു യഹൂദൻ എങ്ങനെയാണ് ഉറങ്ങാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അവർ ഉറങ്ങുന്നതിന് മുമ്പേ 4 നന്ദി പ്രകാശനങ്ങളുണ്ട്. ഒന്ന്, ദിവസത്തിൽ നിന്ന് വിശ്രമിക്കുന്നതിന് മുമ്പായിട്ടുള്ള നന്ദി, സങ്കീർത്തനം 4:8. പിന്നെ അവരുടെ ക്ഷേമ പ്രാർത്ഥനയിലിരുന്നു. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവകർത്താവ് ഏകകർത്താവാണ്. നിൻ്റെ ദൈവകർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. അത് ആലോചിക്കുന്നു. അടുത്തത്, ഉറക്കം കിട്ടിയതിന് വേണ്ടി നന്ദി പറയുന്നു, സമാധാനം കിട്ടിയതിന് വേണ്ടി നന്ദി പറയുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ടാണ് യഹൂദൻ ഉറങ്ങുക. സങ്കീർത്തനം 31:5 ആലപിക്കും. കാരണം യഹൂദരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഉറക്കം എന്നാൽ മരണമാണ്. കാരണം ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതുപോലെ മരണം എന്നാൽ ഉറക്കമാണ്. കാരണം ഉറക്കത്തിൽ നിന്ന് ഉണരും, മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ്
നമ്മൾ ലാസറിനെ ഉയിപ്പിക്കാൻ പോകുമ്പോൾ ഈശോ പറയുന്നുണ്ട് അവൻ ഉറങ്ങിയാണെന്ന് പറയുന്നത്. ഇനി ഉണരുമ്പോൾ അവർ ആത്മാവിനെ തിരികെ ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഉണരുന്നത്. ഒരു പ്രകാരമാണ് പറയുക, ജീവിക്കുന്ന നിത്യമായ രാജാവ്, അങ്ങ് എൻ്റെ ആത്മാവിനെ വിശ്വസ്തയോടെ തിരികെ തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്വസ്തത മഹനീയം. ഈ പ്രാർത്ഥനയ്ക്ക് അവർ ഹീബ്രു പറഞ്ഞ മോദെ അനി എന്നാണ്. അപ്പം അങ്ങനെ 34 സങ്കീർത്തനം 5-ാം വാക്യം ചൊല്ലിയാണ് ഒരു യഹൂദൻ സമാധാനത്തിൽ ഉറങ്ങുവാൻ പോകുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മരണം എപ്രകാരമായിരുന്നു നോക്കാം. ലൂക്ക 21:46. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഇവിടെയും സങ്കീർത്തനത്തിൻ്റെ പകുതി ഭാഗമാണ് അവിടുന്ന് ചൊല്ലുന്നത്. 31-ാം സങ്കീർത്തനം 5-ാം വാക്യം പൂർണ്ണതയിൽ ഇപ്രകാരമാണ്, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അങ്ങനെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് 22-ാം സങ്കീർത്തനം 1-ാം വാക്യം ചൊല്ലിയപ്പോൾ അങ്ങനെ രക്ഷിക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ട് ചോദിച്ച അതേ കർത്താവ് രക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് തൻ്റെ ആത്മാവിനെ പിതാവിന് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതിലൂടെയെല്ലാം ഈശോ മരണത്തിൽ നിന്ന് പുനരുദ്ധാനത്തിലേക്ക് അടുക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 12:23 യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുപ്പിക്കും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും ദൈവത്തിൻ്റെ പരാജയമല്ല, അത് അവൻ്റെ വിജയമാണ്. നമ്മൾ അനുദിന ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. ഒരു വിറക് കൊണ്ട് അടുപ്പിൽ വെച്ചാൽ അത് കത്തിച്ചാമ്പലാകുമ്പോഴാണ് അതിൽ നിന്ന് തീയും ചൂടും പുറപ്പെടുന്നതും, അതുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ സാധിക്കുന്നു. വിറക് അതുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ഇവിടെ ഗോതമ്പ് മണി നിലത്ത് വീഴുന്ന അഴിയുന്നതിനെ പറ്റി ഈശോ പറയുന്നു. ഇതെല്ലാം തൻ്റെ കുരിശു മരണത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ വിശദീകരണമായിരുന്നു. ഇനി ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ്റെ മരിച്ച ശരീരത്തിൽ നിന്ന് ജീവൻ പുറപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19:34 വാക്യം, പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്നുകൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ലേവിയുടെ പുസ്തകം 17:11 വാക്യം ഇപ്രകാരം പറയുന്നു, ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വീണ രക്തം അത് ജീവനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷം 7:38-39 വാക്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 38 പറഞ്ഞു, ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നെ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന ആത്മാവിനെ പറ്റിയാണ്. ജലം ആത്മാവാണ്. അപ്പം ഈ യേശുക്രിസ്തുവിൻ്റെ മരിച്ച ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും വെള്ളവും ജീവനെയും ആത്മാവിനെയുമാണ് സൂചിക്കുന്നത്. ഇത് രണ്ടും ഉത്ഥാനം ചെയ്ത ഈശോയിൽ നിന്ന് ശിഷ്യന്മാർ സ്വീകരിക്കാനിരിക്കുന്ന പാപമോചനത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെയും പറ്റിയാണ്. നമ്മൾ ഉത്ഥാനത്തെപ്പറ്റി പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-22 വാക്യത്തിൽ നമ്മളത് കാണും. ആത്മാവും യേശുവിൻ്റെ മഹത്വവും. യോഹന്നാൻ 7:38 എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന് അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നെ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടില്ലായിരുന്നു, എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ മഹത്വീകരണം അത്യാവശ്യമാണ്. എന്തിന്? പരിശുദ്ധാത്മാവിനെ നൽകുവാൻ. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് പാപമോചനം നടക്കുക. അപ്പോൾ യേശുക്രിസ്തു എന്തിനാണ് സഹിച്ചത്? എന്തിനാണ് പീഡകൾ സഹിച്ച് മരിച്ചത്? അവൻ മഹത്വീകരിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നു. യോഹന്നാൻ 19:40 അവർ യേശുവിൻ്റെ ശരീരമെടുത്തു, യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടി കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെയും ആരെയും സംസ്കരിച്ചില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നാലും കല്ലറ സമീപത്തായിരുന്നാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണം സംസ്കാരവും ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നമ്മൾ കണ്ടതിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഒരു പരാജയമല്ല, അതൊരു വിജയമാണെന്നാണ് നമ്മൾ കണ്ടത്. പാപത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേലുള്ള ഒരു വിജയമാണ്. നമ്മൾ ഇനിയും കുരിശുമരണത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ എപ്രകാരമാണ് അത് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒരു സൈനികൻ അതിർത്തിയിൽ ശത്രുവിൻ്റെ ആക്രമണത്തിൽ മരിച്ചാൽ അത് ദാരുണമായ മരണമെന്ന് നമ്മൾ പറയുമോ? ഒരിക്കലുമില്ല. വീരമൃത്യു വരിച്ചു എന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും എങ്ങനെ അതിദാരുണമാകും? അത് മഹത്വപൂർണമായ ഉത്ഥാനത്തിലുള്ള ഒരുക്കമല്ലേ? പാപത്തിന്മേലുള്ള വിജയത്തിൻ്റെ ആഘോഷമല്ലേ? രക്ഷാകരമായ പീഡാസഹനമല്ലേ? പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക. നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണ ഉത്ഥാനങ്ങൾ എത്രയോ മഹത്വപൂർണ്ണമാണെന്ന് മനസ്സിലാക്കുവാൻ
ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.